പ്രണയസാഫല്യം. രചന ആസിയ പൊന്നൂസ്. അവതരണം സാലിം കരുളായി. എന്തായച്ചാ അവൾ എന്തു പറഞ്ഞു? രാവിലെ തന്നെ ദേവൻ ഹരിയെ കാണാൻ ഇറങ്ങിയതാണ്. കണ്ടപ്പോൾ അവൻ ആദ്യം ചോദിച്ചതും മീരയെക്കുറിച്ചാണ്. മീര വിചാരിച്ചാൽ തനിക്ക് സുഖമായി കേസിൽ നിന്ന് ഊരാമെന്ന് ഹരിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ ദേവൻ അത് മീരയോടുള്ള ഹരിയുടെ സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ചു. എന്നാൽ ദേവന്റെ മുഖത്തെ നിരാശയിൽ നിന്ന് തന്നെ ഹരി കാര്യങ്ങൾ ഊഹിച്ചെടുത്തു. മീര ഒരു കോംപ്രമൈസിന് തയ്യാറല്ല ഹരി. ഞാൻ ഒരുപാട് സംസാരിച്ച് നോക്കി. ആ കുട്ടിക്ക് ഭയാണ് നിന്റെ കൂടെ ഇനി ജീവിക്കാൻ. മറ്റെങ്ങോ നോക്കി മടുപ്പോടെ ദേവൻ പറയുന്നത് കേട്ട് ഹരിയുടെ കൈകൾ അഴികളിൽ മുറുകി. ആ കുട്ടിയെ കുറ്റം പറയാനും പറ്റില്ല. ഒരു പെണ്ണും ഇത്രയും ക്രൂരത സഹിക്കില്ല. നമുക്ക് കുറച്ചുകൂടി കാക്കാം. സമയമെടുത്ത് എല്ലാം മറക്കാനും ക്ഷമിക്കാനും അവൾക്ക് കഴിഞ്ഞാലോ? ദേവൻ അപ്പോഴും ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അതുവരെ ജാമ്യം കിട്ടാതെ ഞാനിവിടെ കിടക്കേണ്ടി വന്നാലോ? ഹരി മാറി ചോദ്യം ചോദിച്ചു. നീ ടെൻഷനാവണ്ട. നിനക്ക് വേണ്ടി അഡ്വക്കേറ്റ് മുകുന്ദനെയാ ഞാൻ ഏർപ്പാട് ചെയ്തത്. മുകുന്ദൻ എടുക്കാനാണ്. അവൻ എന്തെങ്കിലുമൊക്കെ പോകുംവഴി കണ്ടിട്ടുണ്ടാവും ഇതിനോടകം. അയാൾക്ക് നിന്നെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. നാളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം, ദേവൻ പറഞ്ഞു. അച്ഛാ, മീര അവൾ എനിക്ക് നഷ്ടപ്പെടും. ഹരി നിരാശ നടിച്ചുകൊണ്ട് തിരക്കി. അറിയില്ല ഹരി, എന്ത് ചെയ്തിട്ടായാലും മീരമോളുടെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കാം. നീ സമാധാനമായിട്ടിരിക്കുക. അച്ഛനില്ലേ കൂടെ? അതും പറഞ്ഞ് ദേവൻ അവൻ്റെ കവിളിലൊന്ന് തൊട്ടു. സമയം കഴിഞ്ഞെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞതും ഹരിയോട് പറഞ്ഞ് ദേവൻ അവിടെ നിന്ന് പോയി. മോള് വാ. വീട്ടുമുറ്റത്ത് കാറ് വന്ന് നിർത്തി നരേന്ദ്രൻ നിളയെ വിളിച്ചു. അമ്മയോടൊന്നും പറയണ്ട. കാര്യം പറഞ്ഞ് അവൾ ശ്രീയെ വിളിച്ച് അന്വേഷിക്കും. ശ്രീ അവളോടെല്ലാം പറഞ്ഞ അമ്മയെ നമുക്ക് എതിരെയാവും. അച്ഛനെന്തെങ്കിലും പറഞ്ഞോളാം. ആ മുഖമൊക്കൊന്ന് തുടക്ക്. നരേന്ദ്രൻ മകളെ ചേർത്ത് പിടിച്ച് പറഞ്ഞതും നിള മുഖത്തെ കണ്ണുനീരൊക്കെ തുടച്ചു മാറ്റി. അച്ഛൻ പറഞ്ഞതല്ലേ ഈ പ്രശ്നം അച്ഛന് പരിഹരിക്കൂന്ന്. എൻ്റെ മോളിൽ ഇരുന്ന് ചിരിച്ചേ. നരേന്ദ്രൻ നിളയുടെ കവിളിൽ കുത്തി പറഞ്ഞതും അവൾ കഷ്ടപ്പെടുന്ന് ചിരിക്കാൻ ശ്രമിച്ചു. നീ ഇങ്ങ് പോന്നോ? കാറിന്റെ ശബ്ദം കേട്ട് നീരജ പുറത്തേക്ക് വന്നു. അതെന്താടോ, അവൾക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? നിളയെ വിളിച്ച് അകത്തേക്ക് കയറിക്കൊണ്ട് നരേന്ദ്രൻ ചോദിച്ചു. അതല്ല, ഇവളങ്ങ് പോയതല്ലേ ഉള്ളൂ. അല്ല, ശ്രീ വന്നില്ലേടി? നീരജ നിലയോട് ചോദിച്ചതും നിലയൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. അത് കണ്ട് നീരജയുടെ മുഖം ചുളിഞ്ഞു. എന്താ നരേട്ടാ അവൾ മുഖവും വീർപ്പിച്ച് പോയത്? ശ്രീ എന്തേ വരാഞ്ഞേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീരജ അവളുടെ പോക്ക് നോക്കി നരേന്ദ്രനോട് ചോദിച്ചു. ഏയ്, എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ശ്രീയുടെ നമുക്ക് ഭയങ്കര മുട്ടുവേദന അത്ര. അവരേതോ വൈദ്യരെ കാണാൻ പോയേക്കുവാ. കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അതുവരെ നില ഇവിടെ നിൽക്കട്ടെ എന്ന് ശ്രീ വിളിച്ച് പറഞ്ഞപ്പോ ഞാനിവളെ കൂട്ടാൻ പോയതാ. അവളെ കൂട്ടാണ്ട് പോയതിലുള്ള ദേഷ്യത്തിലാ അവള്, വേറൊന്നുമല്ല. നരേന്ദ്രൻ സമർത്ഥമായൊരു നുണക്കഥ തട്ടിവിട്ടു. അയ്യോ, എങ്കിൽ നമുക്കൊന്ന് കാണാൻ പോയാലോ? നീരജ് ചോദിച്ചത് കേട്ട് നരേന്ദ്രൻ പതറി. അയ്യോ, അത് വേണ്ട തീരൂ. ആശ്രമം കുറച്ച് ദൂരെയാ. ബൈസ്റ്റാൻഡറായിട്ട് ഒരാളല്ലാതെ വിസിറ്റേഴ്സിനൊന്നും അവിടെ പ്രവേശനമല്ല. അതെല്ലാം നിളയെ പോലും കൂട്ടാതെ പോയത്, നരേന്ദ്രൻ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. ഇനി എന്തായാലും അവർ തിരിച്ചെത്തിയിട്ട് പോയി കാണാം. നീ നിളമോളോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ശ്രീ പോയതിന്റെ സങ്കടത്തിലാ. നീ പോയി ഫുഡ് എടുത്തു വെക്ക്. നരേന്ദ്രൻ അതും പറഞ്ഞ് അകത്തേക്ക് കയറി. നരേട്ടാ. മുറിയിലേക്ക് പോകാൻ നിന്ന നരേന്ദ്രനെ നീരജ പിന്നിൽ നിന്ന് വിളിച്ചു. എന്താ തീരു? അയാൾ തിരിഞ്ഞു നോക്കി. മീരമോളെ തിരിച്ചു കൊണ്ടുവരേണ്ടേ? നമ്മളിങ്ങനെ ഇരുന്നാ എങ്ങനെയാ? നീരജയുടെ ചോദ്യം കേട്ടപ്പോൾ തന്നെ അയാളുടെ മുഖം മാറി. അതിന് അവൾ ആരും തട്ടിക്കൊണ്ടു പോയതല്ലല്ലോ, തൻ്റെ ഇഷ്ടത്തിന് പോയതല്ലേ. അവൾ ഒരുത്തി കാരണം ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ വയ്യ. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ നരേന്ദ്രൻ എടുത്തടിച്ചതുപോലെ പറഞ്ഞു. നീരജ അയാളെ തന്നെ ഉറ്റുനോക്കി. ആ നോട്ടം കണ്ടപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞതെന്ന ബോധ്യം നരേന്ദ്രനുണ്ടായത്. എന്റെ നീരു, താനിങ്ങു വാ, ഇവിടെ ഇരിക്ക്. അയാൾ നീരജയെ ഹാളിലെ സോഫയിൽ പിടിച്ചിരുത്തി ശേഷം അവരോട് ചേർന്നിരുന്ന് അവരുടെ കൈകൾ കൈക്കുള്ളിലാക്കി. തൻ്റെ വിഷമം മനസ്സിലാവാഞ്ഞിട്ടോ മീരയെ ഓർത്ത് എനിക്ക് ടെൻഷൻ ഇല്ലാഞ്ഞിട്ടോ അല്ല. മീരയെ ആരും പിടിച്ചുകൊണ്ട് പോയതല്ലടോ. അവൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ്. അവൾ പ്രായപൂർത്തിയായ പെണ്ണ. എവിടെ നിൽക്കണം, ആരുടെ കൂടെ താമസിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം അവൾക്കുണ്ട്. എല്ലാത്തിലും ഉപരി അവൾ പോയത് അവളുടെ അച്ഛൻ്റെ അടുത്തേക്കല്ലേ. മീര കുഞ്ഞു കുട്ടിയല്ലെന്ന് ഇനിയെങ്കിലും താനൊന്ന് ചിന്തിക്ക് നീരൂ. കേസ് കൊടുത്താലോ ബലമായി കൂട്ടിക്കൊണ്ടു വന്നാലോ നമുക്ക് തന്നെ അത് തലവേദനയാവും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ അവളെ തട്ടിക്കൊണ്ടു പോയെന്ന് പോലും അവൾ പറഞ്ഞു കളയും. നരേന്ദ്രന് സമാധാനത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നീരജയ്ക്ക് ഒരു സ്വസ്ഥത കിട്ടിയില്ല. അപ്പോ ഞാൻ എൻ്റെ മോളെ അയാൾക്ക് വിട്ടുകൊടുക്കണമെന്നാണോ? എന്നെ ചതിച്ചൊരു കുഞ്ഞിനെയും തന്ന് സമൂഹത്തിന് മുന്നിൽ വലിച്ചെറിഞ്ഞിട്ട് പോയ ചതിന അയാള്.
അയാൾക്കൊപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ അയക്കണം എന്നാണോ നരേട്ടൻ പറയുന്നേ? എൻ്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം അതിന് ഞാൻ സമ്മതിക്കില്ല. നീരജ വീറോടെ പറഞ്ഞു. എന്ന് ഞാൻ പറഞ്ഞില്ല നീരു, നിനക്ക് തന്നെ മനസ്സിലായതല്ലേ മീരക്ക് മാനസികമായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. ഹരിയുടെ കേസ് കോടതിയിൽ വരുമ്പോൾ നമുക്ക് അക്കാര്യം കോർട്ടിൽ തെളിയിക്കാൻ പറ്റിയ എല്ലാ പ്രശ്നവും അവസാനിക്കും. അതിന് മീര മെന്റലി സ്റ്റേബിൾ അല്ലെന്ന് നമുക്ക് കോടതിയിൽ തെളിയിക്കേണ്ടി വരും. ഒരു മാനസിക രോഗിയുടെ മൊഴി കോടതി മുഖവിലക്ക് എടുക്കില്ല. ആ വീഡിയോ ഫുട്ടേജ് വ്യാജമാണെന്ന് നമുക്ക് അറിയാവുന്നതല്ലേ. പിന്നെ ഹരിക്കെതിരെയുള്ള കേസൊന്നും നിലനിൽക്കില്ല. അങ്ങനെ സംഭവിച്ച ഒരു മാനസിക രോഗിയെ തൻ്റെ ഇഷ്ടത്തിന് അയക്കാൻ ഒരു കോടതിയും ഉത്തരവിടില്ല. നിയമത്തിൻ്റെ മുന്നിൽ മീരയുടെ പേരൻസായ നമ്മുടെ കൂടെയേ മീരയെ അയക്കുള്ളൂ. മീര നമ്മുടെ കൂടെ ആയാൽ പിന്നെ അവർക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ടായാലും നമ്മളവളെ മാറ്റിയെടുക്കും. തെറ്റുകൾ പറഞ്ഞു കൊടുത്ത് നല്ലൊരു ഭാര്യയായി ഹരിയെ തിരിച്ച് ഏൽപ്പിക്കാലോ. അതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കില്ലേ? നരേന്ദ്രൻ മനസ്സിലെ കണക്കൂട്ടലുകൾ നീരജയോട് പങ്കുവച്ചു. അത് ശരിയാണെന്ന് നീരജയ്ക്കും തോന്നി. എന്നാലും അതുവരെ മീര അയാൾക്കൊപ്പം? നീരജ വീണ്ടും ചോദിച്ചു. നിന്നോട്ടെ നീരു, നമ്മളിപ്പോൾ എടുത്തു ചാടി എന്ത് ചെയ്താലും അത് നമുക്ക് തന്നെ പിന്നെയാവും. പിന്നെ എന്നേക്കുമായി അവൾ ആ മാഹിയുടെ കൂടെയാവും. നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. തൽക്കാലം താഴ്ന്ന് ക്ഷമിക്ക് നീരു, എല്ലാം ശരിയാകും. ഞാനല്ലേ പറയുന്നത്. നരേന്ദ്രൻ അവളുടെ തോളിലൂടെ കൈയിട്ട് നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു. ഒരാശ്വാസം എന്ന പോലെ നീരജ അയാളുടെ നെഞ്ചിലേക്ക് തല ചായ്ച്ചിരുന്നു. അയാളുടെ ഉള്ളിലെ കുടിലതകൾ തിരിച്ചറിയാതെ അയാളെ മാത്രം അന്ധമായി വിശ്വസിച്ചിരുന്നവർ. മുറിയിലിരുന്ന് തൻ്റെ വിവാഹത്തിൻ്റെ ഫോട്ടോ ആൽബം നോക്കുകയായി നിന്നുള്ള അവൾ ഓരോ ഫോട്ടോയും മറിച്ചു നോക്കി. പല പോസിൽ പ്രണയത്തോടെ തന്നെ ചേർത്ത് പിടിക്കുന്ന ശ്രീയിൽ അവളുടെ കണ്ണുകൾ ഓടി നടന്നു. കണ്ണുകൾക്കൊപ്പം അവളുടെ വെല്ലുകൾ ചലിച്ചു. അവൻ്റെ ചിരിക്കുന്ന മുഖത്തിൽ അവൾ മൃദുവായി ഒന്ന് തലോടി. അവൻ്റെ മുഖത്തിൽ നിന്ന് കണ്ണെടുക്കാതെ ഇരിക്കുന്നവളുടെ കണ്ണിൽ നിന്നും ധാരധാരയായി മെഴുനീര് ഒഴുകിയിറങ്ങി. അവയെ വാശിയോടെ കൈകൾ കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. ശ്രീയുടെ ഫോട്ടോയിൽ അവൾ ആവാശത്തോടെ ചുണ്ടുകൾ ചേർത്തു. പിന്നെ ആ ആൽബം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ നിമിഷം അവൻ്റെ വാക്കുകൾ മീരയുടെ മുഖത്തോടൊപ്പം ഓർമ്മകളിലേക്ക് ഇടിച്ചു കയറി വന്നതും അവളുടെ പിടി ആൽബത്തിൽ മുറുകി. വിട്ടുകൊടുക്കില്ലെന്ന് അവൾ ആവർത്തിച്ച് പുലമ്പിക്കൊണ്ടേയിരുന്നു. ഓർമ്മകളിൽ ശ്രീക്കൊപ്പമുള്ള സുന്ദര നിമിഷങ്ങൾ നിറഞ്ഞു. അവൻ്റെ നോട്ടം, സ്പർശനം, ചുംബനങ്ങൾ, പ്രണയം എല്ലാം വളരെ കൊതിയോടെ അവൾ ഓർത്തെടുത്തു. ശ്രീ അടുത്തുണ്ടായിരുന്നുവെങ്കിൽ തന്നെ ഒന്ന് വാരി പുണർന്നിരുന്നുവെങ്കിൽ എന്നവൾ വല്ലാതെ കൊതിച്ചു. അപ്പോഴും മനസ്സിലേക്കില്ലെന്ന പോലെ കണ്ണിൽ നിന്നും കണ്ണുനീർ കുതിച്ച് ചാടുന്നുണ്ടായിരുന്നു. ശ്രീയെ പിരിഞ്ഞിരിക്കാൻ അവൾക്ക് കഴിയാതെ ആയിരിക്കുന്നു. എങ്കിലും കുറ്റബോധം തോന്നിയില്ല അവൾക്ക്. താൻ ചെയ്തതിൽ തെറ്റൊന്നുമില്ലെന്ന് അവൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. സങ്കടം സഹിക്കവയ്യാതെ അവൾ ഫോണെടുത്ത് ശ്രീക്ക് വിളിച്ചു. അപ്പോഴേക്കും ആ നമ്പറിൽ ബ്ലോക്ക് വീണ് കഴിഞ്ഞിരുന്നു. എങ്കിലും നിരാശപ്പെടാതെ അവൾ ലക്ഷ്മിയമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. പലതവണ വിളിച്ചിട്ടും ലക്ഷ്മിയമ്മ കോൾ അറ്റൻഡ് ചെയ്തിരുന്നില്ല. നിലക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. സ്ത്രീയെ നഷ്ടപ്പെടുത്താൻ അവൾക്ക് ഇനി ആവില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ മുടിയിൽ മുറുക്കെ പിടിച്ച് പെട്ടിരുന്നു. ഒരു പോംവഴിക്കായി ചിന്തകൾ പല ദിക്കിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ആഹാ, നല്ല സന്തോഷത്തിലാണല്ലോ. സന്തോഷത്തോടെ വീട്ടിൽ വന്ന് കയറിയ മീരയോടായി കൃതി ചോദിച്ചു. ജോലി കിട്ടി, നാളെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അവളും പുഞ്ചിരിയോടെ പറഞ്ഞു. കൺഗ്രാറ്റ്സ്, ഇപ്പൊ നിന്റെ ടെൻഷനൊക്കെ തീർന്നില്ലേ? കൃതി അവളെ കെട്ടിപ്പിടിച്ചു. അവൾ വെറുതെ ചിരിച്ചതേ ഉള്ളൂ. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു. അവൾ പതിയെ കൃതിയിൽ നിന്നും മടന്നു മാറി. ജോലി കിട്ടിയല്ലേ? അടിയും ഒരു ഗ്ലാസ് വെള്ളവുമായി അവൾക്ക് നേരെ വന്നുകൊണ്ട് തിരക്കി. മീര വെള്ളം വാങ്ങി ചുണ്ടോട് ചേർത്തുകൊണ്ട് തലകുലുക്കി. ഇതോടെ മോളുടെ എല്ലാ ദുഃഖങ്ങളും തീരും, എനിക്ക് ഉറപ്പാണ്. ആരുടെയും ചിരിയോടെ പറഞ്ഞു. ആ ചിരി അവരിലേക്കും പറന്നു. നീ പോയി വേഷമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വാ, എന്നിട്ട് എന്തേലും ഒന്ന് കഴിക്ക്. രാവിലെ ധൃതിയിൽ പോയതല്ലേ, ചെല്ല്. കൃതി അവളോട് പറഞ്ഞു. അതിന് തലകുലുക്കിക്കൊണ്ട് അവൾ സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി. കയ്യിലുണ്ടായിരുന്ന ഡോക്യുമെന്റ്സ് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അവൾ ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആവാനായി പോയി. മോളെ, നിളെ, മോളെ. രാവിലെ കയറി ഡോറടച്ചതാണ് നിള. നരേന്ദ്രൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നപ്പോഴും അവൾ മുറിക്കുള്ളിൽ തന്നെയായിരുന്നു. എന്താ നീരു, ഇവളിതുവരെ ഇറങ്ങിയില്ലേ? വിളിച്ചിട്ട് പ്രതികരണമൊന്നുമില്ലെന്ന് കണ്ടതും അയാൾ തിരിഞ്ഞു നിന്ന് നീരജിയോട് ചോദിച്ചു. ഇല്ലെന്നവർ തല ചലിപ്പിച്ചു. ഞൊടിയിടയിൽ നരേന്ദ്രന്റെ മുഖം മാറി. എന്നിട്ട് നീ ഇവിടെ ചുമ്മാതിരിക്കുവായിരുന്നോ? ഒന്ന് കയറി നോക്കിക്കൂടായിരുന്നോ മോളെ? എന്നും വിളിച്ച് നരേന്ദ്രൻ ഡോറിന്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു. ഡോറ് തുറന്നു വന്നത് കണ്ട് അയാൾ മുറിയിലേക്ക് ഓടിക്കേറി. മകളിൽ വല്ല അവിവേകവും അയാളുടെ നെഞ്ചിടിപ്പ് കയറി. നീരജ നരേന്ദ്രന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ അന്തിച്ച് നിൽക്കുകയായിരുന്നു. ഇത്രമാത്രം വെപ്രാളം കാണിക്കാൻ ഇവിടെ എന്തുണ്ടായി? നരേന്ദ്രൻ അകത്ത് ചെല്ലുമ്പോൾ നില ബെഡിൽ വാടിത്തളർന്ന് കിടക്കുകയാണ്, ബോധം നശിച്ചവളെ പോലെ. ആദ്യം നോട്ടം ചെന്നത് ഇരു കൈത്തണ്ടയിലേക്കുമായിരുന്നു. ഭയന്നതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന ആശ്വാസത്തിൽ അയാൾ അവൾക്ക് നേരെ എടുത്തു. മോളെ, നിളെ, മോളെ, എടീറ്റ്. എങ്കിലും അവശേഷിക്കുന്ന ആശങ്കയോടെ അയാൾ അവളെ തട്ടിപ്പിടിച്ചു.
നിളായാസപ്പെട്ടുകൊണ്ട് കണ്ണുകൾ തുറന്നു. നരേന്ദ്രൻ അവളെ പിടിച്ചെണീപ്പിച്ചു. തന്നെ നെഞ്ചോട് ചേർത്ത് മകളെ ഇരുത്തി. എന്താടാ, എന്ത് കിടപ്പായത്? അവളുടെ മുഖമൊക്കെ കരഞ്ഞ് നീര് വെച്ചിരുന്നു. ആ മുഖത്ത് സ്നേഹത്തോടെ തലോടിക്കൊണ്ടാണ് നരേന്ദ്രന്റെ ചോദ്യം. നീരജ അച്ഛനെയും മകളെയും മാറി മാറി നോക്കുന്നുണ്ട്. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. വയ്യച്ച, ഒന്നിനും വയ്യ, ആകൊരു ക്ഷീണം, എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല. അവളുടെ ചുണ്ടുകൾ വിരുമ്പി. മനസ്സിന് അത്രയേറെ വേദനിപ്പിക്കുന്ന സംഭവവികാസങ്ങൾ മനസ്സിൽ അലയടിക്കുമ്പോഴും നീരജയുടെ സാന്നിധ്യത്തിൽ അച്ഛനോട് പറയാൻ അവൾക്ക് ആവുന്നില്ല. കരഞ്ഞ് എപ്പോഴോ മയങ്ങിയതാണ് അവൾ. ബോധം കെട്ട് ഉറങ്ങിപ്പോയി. കണ്ണു തുറക്കുന്നത് നരേന്ദ്രൻ തട്ടി വിളിക്കുമ്പോഴാണ്. നരേന്ദ്രൻ കാര്യം മനസ്സിലായതുപോലെ പിന്നൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല. മോള് വാ, ഇന്നൊന്നും കടിച്ചില്ലല്ലോ, എണീറ്റ് വന്ന് എന്തെങ്കിലും കഴിക്ക്. നരേന്ദ്രൻ അവളെ നിർബന്ധിച്ചു. എനിക്ക് വേണ്ട അച്ഛാ, കടിച്ചാൽ എനിക്ക് ഇറങ്ങില്ല. അവളുടെ തൊണ്ടയിടറി. സ്ത്രീയുടെ അഭാവം, അവഗണന, ഇതെല്ലാം അവളെ വല്ലാതെ ബാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? അയാൾ ചോദിച്ചു. അച്ഛാ പ്ലീസ്. അവൾ ദയനീയമായി പറഞ്ഞതും നരേന്ദ്രൻ ഒന്നും മിണ്ടാതെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവൾ എണീറ്റു. മോള് കിടന്നോ, കുറച്ച് കഴിയുമ്പോൾ എണീറ്റ് ഫുഡ് കഴിക്കണം. നരേന്ദ്രൻ അത് പറഞ്ഞതും അവൾ തലകുലുക്കി സമ്മതിച്ചു. അത് കണ്ട് നരേന്ദ്രൻ തിരിഞ്ഞു നടന്നു. അന്നേരം നീരജ അവൾക്ക് അടുത്തായിരുന്നു. എന്നിട്ട് അവൾ ഉറ്റുനോക്കി. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളുടെ കണ്ണിൽ നോക്കി നീരജ ചോദിച്ചു. പക്ഷെ നീൾ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. നീരജേ! വാതിൽക്കലിൽ നിന്ന് നരേന്ദ്രൻ നീട്ടി വിളിച്ചു. നീരജ തിരിഞ്ഞു നോക്കി. അയാൾ കണ്ണുകൾ കൊണ്ട് ഭാര്യയെ വിലക്കി. ദേഷ്യത്തോടെയുള്ള നോട്ടത്തോടൊപ്പം ഭാര്യയോടും വരാനും ആഗ്യം കാണിച്ചു. എന്താ നരേട്ടാ? നീരജ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് തിരക്കി. തന്നോട് ഞാൻ പറഞ്ഞതല്ലേ, അവള് സ്ത്രീയെ പിരിഞ്ഞിരിക്കുന്ന സങ്കടത്തിലാണ് ഓരോന്ന് ചോദിച്ച് വിഷമിപ്പിക്കേണ്ടെന്ന്. പിന്നെ എന്തിനാ താൻ കുത്തി ചോദിക്കുന്നേ? നരേന്ദ്രൻ പതിഞ്ഞ സ്വരത്തിൽ ദേഷ്യത്തോടെ ചോദിച്ചു. നീരജയുടെ നെറ്റി ചുളിഞ്ഞു പോയി. ഞാനെന്ത് കുത്തി ചോദിച്ചെന്നാ? അവളുടെ മട്ടും പാവൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി അവൾക്ക് വേറെന്തോ പ്രശ്നമുണ്ടെന്ന്. നീരജ പറഞ്ഞു. എൻ്റെ നീരു, അവൾക്ക് അവനെ പിരിഞ്ഞിരിക്കുന്നതൊക്കെ അത്രയ്ക്ക് സങ്കടമുള്ള കാര്യമാണ്. പിന്നെ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ. മറ്റത് അവളെപ്പോഴും സ്ത്രീയുടെ കൂടെയില്ലേ, നല്ല വിഷമുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ തന്നെ അവളുടെ കൂടെ വിട്ടേക്കാൻ പറഞ്ഞ് എന്ത് കരച്ചിലായിരുന്നെന്നോ. നരേന്ദ്രൻ ദേഷ്യം കളഞ്ഞ് നയത്തിൽ പറഞ്ഞു നോക്കി. നീരജത് വിശ്വസിച്ച മട്ടാണ്. എന്നാ ശരി, ഞാൻ പോകുക. കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് ഫുഡ് കൊണ്ട് കൊടുക്കണം. കരച്ചിലേക്ക് നിർബന്ധിച്ച് കഴിപ്പിക്ക്, ഞാൻ ഇറങ്ങുക. അതും പറഞ്ഞ് നരേന്ദ്രൻ പുറത്തേക്ക് നടന്നു. നരേട്ടൻ കഴിക്കുന്നില്ലേ? പിന്നാലെ ചെന്നുകൊണ്ട് നീരജ് ചോദിച്ചു. ഇല്ലടോ, വിശപ്പില്ല. അതും പറഞ്ഞ് നരേന്ദ്രൻ കാറിലേക്ക് കയറി. പിന്നെ നാളെ മുതൽ കോളേജിൽ പോയി തുടങ്ങിക്കോ. വെറുതെ ലീവ് എടുത്ത് വീട്ടിലിരുന്ന് സാലറി കുറക്കാമെന്നല്ലാതെ മറ്റൊരു ഗുണമില്ല. പോകും മുന്നേ നരേന്ദ്രൻ ഓർമ്മിപ്പിച്ചു. അതിന് തലകുലുക്കി സമ്മതം അറിയിച്ചുകൊണ്ട് അയാൾ പോകുന്നത് നോക്കി നീരജ് നിന്നു. ഈ അവസരത്തിൽ ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെടുന്നത് മോശമാണെന്ന് അറിയാം. പക്ഷെ മഹിയില്ലാതെ ദിയയുടെ എൻഗേജ്മെന്റ് നടത്താൻ ഞങ്ങൾക്ക് പറ്റില്ല രാജ്. എൻഗേജ്മെന്റ് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ രാജിനെ മീറ്റ് ചെയ്യാൻ പോയതാണ് വിഷ്യൻ. കൂടുതൽ വീട്ടിലുണ്ടായ സംഭവങ്ങളൊക്കെ രാജിനോട് തുറന്നു പറഞ്ഞു. മഹി വീട് വിട്ട് പോയെന്ന് കൂടി കേട്ടപ്പോൾ വിഷ്യന് ദേഷ്യം തോന്നി. അപ്പോഴും മഹിക്ക് മീരയെ കാട്ടിക്കൊടുക്കാത്തതിൽ വിഷ്യന് രാജ് കുറ്റപ്പെടുത്തി. തെറ്റ് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. വിഷ്യൻ അത് സമ്മതിക്കുകയും ചെയ്തു. അതെന്താ വിശ്വ, മഹിയില്ലാതെ ചടങ്ങ് നടക്കുന്നതിൽ എനിക്കും താല്പര്യമില്ല. താൻ എത്രയും വേഗം കാര്യങ്ങൾ മഹിയെ ധരിപ്പിക്കുക. എനിക്കാവും പോലെ മീരയെ ഞാനും കൺവിൻസ് ചെയ്യിപ്പിക്കാം. എല്ലാം നന്നായിട്ട് അവസാനിച്ച എൻഗേജ്മെന്റും വെച്ച് നീടാതെ നമുക്കങ്ങ് നടത്താലോ. രാജിന്റെ മറുപടിയിൽ അയാൾക്ക് ആശ്വാസം തോന്നി. അല്ല, എന്നിട്ട് മഹി ഇപ്പൊ എവിടെ ഉണ്ടെന്നോ മറ്റോ അറിവ് കിട്ടിയോ? രാജ് ചോദിച്ചു. ഇല്ലെന്ന് വിഷൻ തലയാട്ടി. രാജിനെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചറിയണം, വിഷൻ പറഞ്ഞു. രാജിത് സമ്മതിച്ചു. നാളെൻ്റെ മഹിയുടെ മോൾ അവൻ്റെ സ്വന്തം കമ്പനിയിൽ ജോലിക്ക് കയറുകയാണ്. എന്നിട്ട് അത് കാണാൻ അവനവിടെ ഇല്ലാതായിപ്പോയി. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ മീര കമ്പനി കാലത്ത് കുത്തുമ്പോൾ മഹി അത് കാണാനുണ്ടാവണമെന്ന്. വിഷൻ സങ്കടത്തോടെ പറഞ്ഞു. വിശ്വ, മഹിയെ ഇനിയും അറിയിക്കാതിരുന്ന പിന്നീട് വലിയ പ്രശ്നമാകും. കാണുന്നവരിലെല്ലാം അവനിപ്പോൾ അവൻ്റെ മോളെ തിരിയുകയാവും. അവൻ്റെ സാഹചര്യം മനസ്സിലാക്കി അവനെ ആരെങ്കിലും കളിപ്പിക്കാൻ നോക്കിയാ അവൻ ചിലപ്പോൾ അത് വിശ്വസിച്ചെന്നും വരും. അവസാനം വഞ്ചിക്കപ്പെടുകയാണെന്ന് അറിയുമ്പോഴുള്ള അവൻ്റെ കണ്ണുനീരിന് താനും തൻ്റെ കുടുംബവും മാത്രമായിരിക്കും ഉത്തരവാദി. ഒന്നില്ലേലും നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി സ്വന്തം ജീവിതം ബലി കൊടുത്തതല്ലേ അവൻ. ആ കരുണ കാണിച്ചുകൂടെ?